ഭൗതികശാസ്ത്രത്തിൽ പി.എസ്.സിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോർഷനാണ് പ്രകാശപ്രതിഭാസങ്ങൾ. പ്രകാശപ്രതിഭാസങ്ങളിൽ ഒന്നാണ് അപവർത്തനം. സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ സഞ്ചാരപാതയ്ക്കുണ്ടാവുന്ന വ്യതിയാനമാണ് അപവർത്തനം. അപവർത്തനത്തിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ കേട്ടത്. കുറച്ചു പേർക്ക് മനസ്സിലായി കാണും, കുറച്ചു പേർക്ക് മനസ്സിലായി കാണില്ല. നമുക്ക് അപവർത്തനത്തെ ഇങ്ങനെ മനസ്സിലാക്കാം. അന്തരീക്ഷത്തിലൂടെ ഒരു പ്രകാശരശ്മി ജലത്തിൽ പതിക്കുന്നു. ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ സാന്ദ്രതാ വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾ. ഒന്ന് അന്തരീക്ഷവും മറ്റൊന്ന് ജലവും. ജലത്തിൽ പതിക്കുമ്പോൾ പ്രകാശരശ്മികൾക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതുമൂലമാണ് ജലത്തിൽ കാണുന്ന മത്സ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാനം തിരിച്ചറിയാനാകാത്തത്. മരീചികയ്ക്ക് കാരണമായ പ്രതിഭാസമെന്ത് എന്ന ചോദ്യം പി.എസ്.സി ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. അപവർത്തനമാണ് മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണം. മരീചിക അപവർത്തനം, ഇത് മനസ്സിലൊന്ന് ഉറപ്പിക്കാനായി നമുക്കൊരു കോഡ് നോക്കാം. മരുഭൂമിയിൽ മരീചിക കാണുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം അവിടെ വെള്ളമുണ്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ അവിടെ വെള്ളമുണ്ടാവില്ല. അപ്പോൾ പോകുന്നത് അപായമാണ്. അപ്പം അപവർത്തനം, അപായം, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മരീചിക അപവർത്തനം, അപായം. മരീചിക അപായം, അപായത്തിൽ നിന്ന് അപവർത്തനം കിട്ടും. അപ്പോൾ ഒരു കണക്ഷൻ വെച്ച് അത് ഓർക്കുക. മറ്റൊരു പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം. സൂര്യപ്രകാശത്തിന് പ്രകീർണം സംഭവിക്കുന്നത് മൂലമാണ് മഴവില്ല് രൂപപ്പെടുന്നത്. സൂര്യപ്രകാശം ജലകണികകളിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന പ്രകാശത്തിൻ്റെ വിഘടനമാണ് മഴവില്ല്. മറ്റൊരു പ്രതിഭാസമാണ് വിസരണം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. പ്രകാശത്തിൻ്റെ വിസരണം മൂലമാണ് ആകാശം നീല നിറത്താൽ കാണപ്പെടുന്നത്. അപ്പോൾ വിസരണം, ആകാശത്തിൻ്റെ നീല നിറം, ഇവയെ എങ്ങനെ നമ്മൾ മനസ്സിലൊന്ന് കണക്ട് ചെയ്ത് ഭദ്രമാക്കി വയ്ക്കാം? ഒരു വഴിയുണ്ട്. വിസ കിട്ടുമ്പോഴാണ് നമുക്ക് ആകാശത്തൂടെ പോകാൻ പറ്റുന്നത്. അപ്പോൾ വിസരണം, ആകാശത്തിൻ്റെ നീല നിറം, വിസ ആകാശം, വിസരണം ആകാശം, നീല നിറം. ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. പ്രകാശ പ്രതിഭാസങ്ങൾ തീരുന്നില്ല, ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ട്. അവ മുഴുവനും ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പാർട്ടിലുണ്ടാകും. അപ്പോൾ ഇനി പാർട്ട് 2 കാണാം.